പ്രഹസന സമരം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പറയുന്ന ദുരിത ബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാം എന്ന് പറയുന്നതും സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീട് എന്നുള്ളതും രണ്ട് കാര്യമാണ്. സർക്കാരിനാണ് ഉത്തരവാദിത്തം. രാഷ്ട്രീയ പാർട്ടി അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും. സുഹൃത്തുക്കളെ, സ്മൃതി പരുത്തിക്കാട് എന്ന് പറഞ്ഞ റിപ്പോർട്ടറിലെ ആ ഒരു വാർത്ത അവതാരിക, ഇപ്പൊ വാർത്ത അവതരണം എന്നതിനേക്കാൾ അപ്പുറം വാർത്ത ചൊല്ലിപ്പറച്ചിലൊക്കെയാണല്ലോ. ആ ചൊല്ലിപ്പറയുന്ന സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന തീവ്ര കോൺഗ്രസ്സുകാരിയായിട്ടുള്ള സ്മൃതി പരുത്തിക്കാട് ഇന്ന് ന്യായീകരിച്ച് മെഴുകുകയായിരുന്നു. അത് ഭീകരമായിട്ടുള്ള ന്യായീകരണമായിരുന്നു കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇലക്ഷനോടനുബന്ധിച്ചിട്ട് നുണകൾ പറഞ്ഞ് വിജയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ചരിത്രത്തിൽ ഒരുപക്ഷെ VD സതീശനായിരിക്കും ഒരു ഇലക്ഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓടി നടന്ന് നുണ പറയുന്നുണ്ടായിരിക്കുക. അങ്ങനെ നുണ പറഞ്ഞ് വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വയനാട്ടിലെ ഭൂമിയെക്കുറിച്ചിട്ടും വയനാട്ടിൽ അവർ കൊട്ടിക്കൊടുക്കാന്ന് പറഞ്ഞ വീടിനെ കുറിച്ചിട്ടും നിരന്തരമായി നുണ പറയുകയായിരുന്നു. കോൺഗ്രസ്സുകാർ ഇപ്പൊ എവിടെ കണ്ടു കഴിഞ്ഞാലും എല്ലാവരും ചോദിക്കുന്നത് വയനാട്ടിലെ വീട് എന്തായി എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് അത് കേട്ട് പ്രാന്തായി തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ ദിവസം ചോദിച്ചു പത്രപ്രവർത്തകര്, അവർക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, ഇതേ ചോദ്യം ചോദിച്ചേ കുടുങ്ങിപ്പോയി. VD സതീശൻ ഒരു മടിയും കൂടാതെ പറഞ്ഞു, വീട് പണി ഞങ്ങൾ തുടങ്ങി, സംശയം ഉണ്ടൊക്കെ പോയി നോക്കുന്ന പറഞ്ഞേ. സംശയം ഉണ്ടൊക്കെ പോയി നോക്കുന്ന വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയി നോക്കണ്ടേ? പോയി നോക്കി. വീട് പണി പോയിട്ട് ഒരു കുട്ടിപ്പര പോലും അവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കി. അത്യാവശ്യം രാവിലെ തന്നെ പുട്ട് കയറ്റി നടക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും, അല്ലെ? പുട്ടും കടലക്കറിയൊക്കെ കയറ്റി നടക്കുന്ന ആളുകളാണ് നമ്മളടക്കം. ഇമ്മാതിരി തള്ളൊന്നും തള്ളില്ല, അജ്ജാതി തള്ളാണ് നമ്മുടെ ഈ ചെങ്ങായി തള്ളിയെന്നർത്ഥം. എന്തായാലും സംഗതി കഴിഞ്ഞ് വൈകുന്നേരമായപ്പോ സ്മൃതി പരുത്തിക്കാടിന്റെ ചർച്ചയിലേക്ക് എത്തിപ്പോകുമ്പോ ഭയങ്കര രസകരമാണ്. അവിടെ ഈ ഒരു VD സതീശൻ ചേട്ടൻ ഇങ്ങനെ നുണ പറഞ്ഞപ്പോൾ ആ നുണ പൊളിക്കാനും വേണ്ടിയിട്ട് വസീഫ് എന്ന് പറയുന്ന DYFIയുടെ നേതാവും കുറച്ച് കൂട്ടക്കാരും അവിടെ പോയിട്ട് ആ നുണ പൊളിച്ചു. ഇവിടെ ഒരു തേങ്ങട മൂടും തുടങ്ങിയിട്ടില്ല എന്ന് ജനങ്ങൾ അറിയിച്ചു. സ്മൃതി പരുത്തിക്കാടിന് അത് തീരെ ഇഷ്ടായില്ല. അങ്ങനെ ചെയ്യാൻ പാടൂല എന്നാണ് സ്മൃതി പരുത്തിക്കാട് പറയുന്നത്. ഇതിന് വേണ്ട ഉത്തരം നമ്മുടെ അരുൺകുമാർ കൊടുക്കുന്നുണ്ട്. ഭയങ്കര രസമുള്ള ഉത്തരമാണ്. എന്താ സ്മൃതി പരുത്തിക്കാടിന്റെ വേദന നിങ്ങളൊന്ന് കേൾക്കണം. ഇന്നൊരു പ്രഹസന സമരം കണ്ടു. പ്രഹസന സമരം രാഷ്ട്രീയ പാർട്ടി ഈ പറയുന്ന ദുരിത ബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാം എന്ന് പറയുന്നതും സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീട് എന്നുള്ളതും രണ്ട് കാര്യമാണ്. സർക്കാരിനാണ് ഉത്തരവാദിത്തം. രാഷ്ട്രീയ പാർട്ടി അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടി നിലപാട് വ്യക്തമാക്കുക എന്നതിനേക്കാൾ അപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സംഗതി ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ചെയ്യണം എന്നുള്ളതാണ്. നോക്കൂ, DYFI വേണമെങ്കിൽ സംഘടനയായിട്ട് എടുത്തോളൂ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഇതിനായിട്ട് നിങ്ങൾ സങ്കല്പിച്ചോളൂ. അവരെന്ത് ചെയ്തേ? ജനങ്ങളായിന്ന് പിരിച്ചോ? ഇല്ല. 5 പൈസ ജനങ്ങളായിന്ന് പിരിച്ചിട്ടില്ല. അതിനു പകരം ആക്രി പെറുക്കിയും പേപ്പർ വിറ്റും ചായക്കട നടത്തിയിട്ടും ഞാൻ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ട് ചായ. DYFI കൊടുക്കുന്ന ചായ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് 10 രൂപയ്ക്ക് പകരം ഞാൻ അതിൽ കൂടുതൽ തുക സന്തോഷത്തോടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ടായിരുന്നു DYFI പണം ഉണ്ടാക്കി 20 കോടിയോളം രൂപയാണ് ഗവൺമെന്റിന് കൊടുത്തത്. എന്തായാലും സ്മൃതി പരുത്തിക്കാടിന്റെ വേദന കേൾക്കണം. പാർട്ടിയായാലും അവർ നിർമ്മിച്ചു നൽകിയാൽ അവരത് ജനങ്ങളോട് ചെയ്യുന്ന കടമ, അത് ജനങ്ങൾ അതിനോട് പ്രതികരിക്കുകയും ചെയ്യും. കോൺഗ്രസ് ശരിയാണ്, കോൺഗ്രസ് അതിലൊരു കണക്ക് വ്യക്തമാക്കിയിട്ടില്ല. സണ്ണി ജോസഫ് നമ്മുടെ തന്നെ നേതാവിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെയും സണ്ണി ജോസഫിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ഒരുമിച്ചുള്ള അക്കൗണ്ടിലേക്കാണ് പണം വന്നിട്ടുള്ളത്. ജോയിന്റ് അക്കൗണ്ടിലേക്ക് പണം വന്നിരിക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് നൽകിയ തുകയും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എത്രയാണെന്ന് ഇപ്പൊ ഓർമ്മയില്ല, പറഞ്ഞു 20 ലക്ഷം ആദ്യം പറഞ്ഞു. എന്തായാലും തുക വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നിർമ്മാണം നടന്നിട്ടില്ല, തുടങ്ങിയിട്ടില്ല, നമ്മൾ കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ഒരു കാഴ്ചയാണ്. അപ്പോൾ കോൺഗ്രസ് നിർമ്മിച്ചു നൽകാത്ത വീടിനെ ചൊല്ലി DYFI അവിടെ എന്തിനാണ് ഒരു പ്രഹസന സമരം അവിടെ കൊടികുത്തി കാണിച്ചത്? ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് ആലോചിച്ച് കോൺഗ്രസ് വീട് നൽകാത്ത ഒരു സംഗതിയെ കുറിച്ച് DYFI എന്തിനാണ്? എന്ത് വിഡ്ഢിത്ത ചോദ്യമാണ്, എന്തൊരു മഹാവിഡ്ഢിത്ത ചോദ്യമാണ്. ഒരു വലിയ പത്രപ്രവർത്തക ഒരു മീഡിയയിലൊക്കെ ഇരുന്നിട്ട് വാർത്ത വായിക്കുന്ന, വെറും വാർത്ത നിങ്ങൾ ഉണ്ടാക്കുന്നില്ലല്ലോ, കൊടുക്കുന്നില്ല, ശരി, എങ്കിലും വാർത്ത വായിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നത് നിങ്ങൾ എന്തൊരു വിഡ്ഢിത്ത ചോദ്യമാണ് സ്മൃതി പരുത്തിക്കാട് ചേച്ചി താങ്കൾ പറയുന്നത്. ഇതിനെ വിഡ്ഢിത്ത ചോദ്യം, പൊട്ടത്തര ചോദ്യം എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും അബദ്ധം ചെയ്യുമ്പോൾ ഇവിടുത്തെ യുവജന സംഘടനകളെല്ലാം നിശബ്ദമായിട്ട് ഒരു മൂലയ്ക്ക് കുത്തിരിക്കണമെന്നാ പറയുന്നത്. യുവജന സംഘടനകള് ഇറങ്ങുമെന്നേ,
അതുകൂടി അവരുടെ തൊഴിലിന്റെ ഭാഗമാണ്, ജോലിയുടെ ഭാഗമാണ്, സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്കാർ ഇറങ്ങിയെങ്കിൽ അവരെ അഭിനന്ദിക്കുകയല്ല ചേച്ചി ചെയ്യേണ്ടത്. അതിനു പകരം അവർ ചെയ്ത ആഭാസ സമരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ താങ്കളുടെ വർത്തമാനം പോലും ആഭാസം എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. എന്തായാലും കേൾക്കാം. ഏറ്റവും ഒരു അശ്ലീല സമരമായിട്ട് ഞാൻ അതിനെ കാണുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഉത്തരവാദിത്തം സർക്കാരിനാണ്. അപ്പോൾ ഈ നിർമ്മാണം എത്രയാണ്? 178 വീടുകളാണല്ലോ കൈമാറിയത്. ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ട് മുൻപ് തന്നെ മാർച്ച് 1 വളരെ വേഗത്തിൽ ആ ഉദ്ഘാടനം നിർവഹിക്കുകയും താക്കോൽ നൽകുകയും ചെയ്യുന്നു. 178 വീടുകൾ. ആ 178 വീടുകൾ പൂർണ്ണമായിട്ടുണ്ട്, വീട് നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ആ ഒരു വീടിന്റെ പണി പരിപൂർണമായിട്ടും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇനിയും പണി തീരാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് എന്റെ പൊന്നു പരുത്തിക്കാട് ചേച്ചി അന്ന് വീട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് മാത്രം അവിടെ കയറിയാൽ മതി. അവിടേക്ക് എൻട്രി ചെയ്യുന്നത് വരെ അവർക്ക് 25,000 രൂപ മാസം കിട്ടിക്കൊണ്ടേയിരിക്കും. അവർക്ക് എന്നാണ് അവിടേക്ക് എൻട്രി ചെയ്യാൻ തോന്നണേ അന്ന് കയറിയാൽ മതി എന്നുള്ളത് എന്താണ് രേഖയായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല, ഇവരതിനെപ്പറ്റി മിണ്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതിനൊരു മറുപടി കൊടുക്കണ്ടല്ലേ? മറുപടി കൊടുക്കുന്നുണ്ട്, അത് കേൾക്ക് ഇനി. നുണയന്മാരുടെ കൂട്ടം എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ പ്രയോഗമാണ്. വീട് നിർമ്മാണം നുണയന്മാരുടെ കൂട്ടം എന്നൊക്കെ പറയുന്നത് മോശമായ പ്രയോഗം എന്നാണ് കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള കോൺഗ്രസ്സുകാരിയായിട്ടുള്ള തീവ്ര കോൺഗ്രസ്, എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ അണികൾ പോലും സ്മൃതി പരുത്തിക്കാടിന്റെ പോലെ ഇവര് വാദിക്കുന്ന പോലെ കോൺഗ്രസിന് വേണ്ടി വാദിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ ഒരു നാണൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു. എന്തൊരു കഷ്ടത, എവിടെ ചെന്നാലും വയനാടിനെ കുറിച്ച് ചോദിക്കുന്നു. ഈ നേതാക്കന്മാരും ആ പൈസ എവിടെ കൊണ്ടുപോയിട്ടാണ് പൂത്തി വെച്ചത്, ആരൊക്കെ പോക്കറ്റിലേക്ക് അണ്ണാക്കിലേക്കാണ് ഇത് പോയത് എന്നൊക്കെ ചിന്തിച്ചടക്കാണ് ഈ പാവപ്പെട്ട ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള കോൺഗ്രസ്സുകാര്. അപ്പോഴാണ് സ്മൃതി പരുത്തിക്കാട് ഇങ്ങനെ നെഞ്ചോട് ചേർക്കുന്നത്. എന്താ ഇനി ആകെ മൂഞ്ചിപ്പോകുന്ന കാഴ്ചയാണ് ആ കാണണം. നുണയന്മാരുടെ കൂട്ടം എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ പ്രയോഗമാണ്. വീട് നിർമ്മാണം തുടങ്ങി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരി നുണയാണോ? വീട് നിർമ്മാണം തുടങ്ങി എന്നായിരിക്കാം പ്രതിപക്ഷ നേതാവ് അറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് ഓരോ തവണയും വയനാട്ടിൽ പോയി അവിടെ കല്ലിട്ടോ കല്ലിന് മുകളിൽ വന്നോ എന്ന് നോക്കുന്നില്ല. അദ്ദേഹത്തെ ധരിപ്പിച്ചതായിരിക്കും. ഞാൻ പറയുന്നു കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ട്. ഞാനത് പറയുകയാണ്. എല്ലാ ക്യാമറകളും ഇത് തൊട്ട് മുൻപല്ലേ നമ്മൾ സംപ്രേഷണം ചെയ്തു? അല്ല, നമ്മുടെ സംപ്രേഷണം നോക്കിയിരിക്കുന്നതായിരിക്കും രാഷ്ട്രീയ നേതാക്കളെല്ലാം പ്രചാരണത്തിലാണ്. അർത്ഥം വയനാട്ടിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു മിനിറ്റ് കേൾക്കൂ. വയനാട്ടിലെ DCC പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ വിളിച്ചു ചോദിച്ച് അറിയാവുന്നല്ലോ. നിങ്ങൾ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ വിളിച്ച് ചോദിക്കുക അങ്ങനെയല്ല. അല്ലല്ല, അങ്ങനെയൊന്നും അല്ല പറയാ. ഒന്നാമത്തെ കാര്യം അതിനുള്ള അബദ്ധം പറ്റിയതാണോ? പറയുന്ന കേൾക്കൂ, ഞാൻ പറയുന്ന പൂർത്തിയാക്കും. എന്റെ പൊന്നു സുഹൃത്ത്, എന്റെ അരുൺകുമാർ എങ്ങനെ കൊല്ലല്ലേ? അവരെങ്ങനെയൊക്കെ ന്യായീകരിച്ചൊന്നും മെഴുകട്ടെ, അത് നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞ പരുത്തിക്കാട് ന്യായീകരിച്ച് മെഴുകി ആകെ താറുമാറ് ആവുകയാണെന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിന് അവസരം വിട്ടുകൊടുക്കണം കേട്ടോ എന്റെ പ്രിയപ്പെട്ട അരുൺകുമാർ ചേട്ടാ. കേൾക്ക്. ഭൂമിയുടെ അവിടെ എന്താണ് കെട്ടിവെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഭൂമി എന്നുള്ളത് അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ ഭൂമിയിൽ പണി തുടങ്ങുന്നുണ്ടോ ഇല്ലോ എന്ന് നമ്മുടെ മുന്നിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്നേ. അതങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ല. പണി തുടങ്ങിയോ വെച്ചാൽ കല്ലിട്ടു എന്നായിരിക്കും അതേ ഉദ്ദേശം. എനിക്കറിയില്ല, എനിക്കതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇല്ലല്ല, ഞാൻ പറയുന്നത്രേ ഉള്ളൂ. അരുൺ എന്നെ കൊണ്ട് എത്ര പറയിപ്പിച്ചിട്ടും കാര്യമില്ല. ഞാൻ ഇത്രേ പറയുള്ളൂ. എനിക്ക് ഇത്രേ പറയുള്ളൂ. കോൺഗ്രസും വിമർശനം, സ്വയം വിമർശനം നടത്തേണ്ടതാണ്. ഉണ്ടെന്ന് പറഞ്ഞാൽ നുണയെന്നല്ലേ? ഒരു മിനിറ്റ്. ആ പൊതുപണം പിരിച്ചാൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ കാണുമല്ലോ. എനിക്കോ സ്മൃതിക്കോ ഇന്നേ വരെ ഏത് അക്കൗണ്ടിലാണെന്നുള്ളതിന് ക്ലാരിറ്റി ഉണ്ടോ? എന്താ പറഞ്ഞത്? സ്മൃതിയുടെ അഭിമുഖത്തിൽ തന്നെയല്ലേ പറഞ്ഞത് അത് KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ്. പൈസ വാങ്ങി അവിടെ ഓരോരുത്തരുടെ കാര്യമാണ് അവരെന്താ ചെയ്തോട്ടെ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിക്കുക. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രപ്രവർത്തക ഇമാതിരിയൊക്കെയാണ് വർത്തമാനം പറയുന്നത്. ഈ സ്മൃതി തന്നെ നടത്തിയൊരു ഇന്റർവ്യൂലാണെന്ന് പറഞ്ഞ ഏതോ രണ്ടുപേരുടെ ജോയിന്റ് അക്കൗണ്ടിലാണ് ഉള്ളത്. ഇപ്പൊ ആ ജോയിന്റ് അക്കൗണ്ട് കാണാനില്ലെന്നാ പറഞ്ഞു കേൾക്കുന്നത്. സത്യം പറ എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ആ പൈസ എന്ത് ചെയ്തു? അത് യാഥാർത്ഥ്യം പറഞ്ഞൂടെ? കേരളത്തിലെ ആളുകൾ ക്ഷമിക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്ന ഈ നുണകൾ മുഴുവൻ ക്ഷമിക്കുന്നില്ലേ? പിന്നെയാണ് ഇപ്പൊ ഈ കാര്യം. ആ സ്ഥലത്ത് അവിടെ റോഡ് നിർമ്മിക്കാൻ കുറച്ച് മെറ്റൽ കൊണ്ടിട്ടു. അതും കോൺഗ്രസിന്റെ മെറ്റൽ അല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. റോഡ് നിലവാരക്ക് മൈതാനം പോലെ കിടക്കുന്നു. അതാണ് വാസ്തവം. എന്നോടല്ലേ ചോദ്യം? ഒന്നാമത്തെ കാര്യം, ഈ നുണ എന്ന പ്രയോഗം ആർക്കെതിരെ പറഞ്ഞാലും അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പറയട്ടെ, ഞാൻ വീട് നിർമ്മിച്ച് നൽകിയില്ലെങ്കിൽ അത് നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് ഇപ്പോൾ അതിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്ന് തന്നെയാണ്
തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിമിഷം അസത്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, അസത്യം എന്നൊന്നും ഞാൻ അതിനെ കാണുന്നില്ല. ഇല്ല, അത് അദ്ദേഹം വീടിനെ കുറിച്ച് നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു എന്നൊന്നും പറഞ്ഞു ഞാൻ പ്രവർത്തനം തുടങ്ങി നിർമ്മാണ പ്രവർത്തനം കല്ലിട്ടാൽ തന്നെ ഒരു പ്രവർത്തനം തുടങ്ങലാണ്. അതല്ലേ ആ പ്രവർത്തനം തുടങ്ങി. അതിന്റെ തുടങ്ങുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ, എജ്ജാതി മെഴുകലാണ്. കല്ലിട്ടാൽ പ്രവർത്തനം തുടങ്ങിയെന്നാണ്. കല്ലിട്ടിട്ട് എത്ര മാസമായിടും? ആ കല്ലിന്റെ വല്ല പുല്ല് വളർന്നു. ഇനി ആ പുല്ല് ചെത്തിയിട്ട് വല്ല പശുക്കൾക്ക് തിന്നാൻ കൊടുക്കുക. അങ്ങനെ പറയുമ്പോൾ സംഖ്യകളാന്ന് വിചാരിക്കും. ഞാൻ സംഖ്യയല്ല കേട്ടോ. പശുക്കൾക്ക് തിന്നാൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ പശു എന്ന് കേൾക്കുമ്പോഴത്തേനപ്പൊ സംഗീതങ്ങളൊക്കെ ഓർമ്മ വരും. എന്താണ് ഇവരൊക്കെ എന്തൊരു വലിയ ബന്ധമുണ്ട്. എന്തായാലും ഇനി അരുൺകുമാർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇലക്ഷൻ രീതികളെ കുറിച്ചാണ്. കാലമേറെ കഴിഞ്ഞു. നമ്മൾ ഏറ്റവും പുത്തൻ കാലഘട്ടത്തിലാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ ലോകം മുഴുവൻ പരക്കുന്ന കാലഘട്ടത്തിലാണ്. ഈ സമയത്തും വി ഡി സതീശൻ ചേട്ടൻ, എനിക്ക് അരുൺകുമാറിന്റെ ഭാഷ കണ്ടെടുക്കുകയാണെങ്കിൽ വി ഡി സതീശൻ ചേട്ടൻ ഇപ്പോഴും റേഡിയോ കാലഘട്ടത്തിലാ തോന്നുന്നുണ്ട്. കാരണം ആരും ചോദിക്കൂലല്ലോ, ഒന്ന് ചോദിച്ചാലും ഉത്തരം കിട്ടൂലല്ലോ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നുണ്ട്. കേട്ടോക്കെ, നമ്മുടെ റേഡിയോ ഉണ്ടായിരുന്ന കാലത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ദൂരദർശൻ ഉണ്ടായിരുന്ന കാലത്തുമുള്ള തിരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ ഈ ആധുനിക കാലത്ത് വിലപ്പോവില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ പറയുന്ന നുണകളെ പൊളിച്ച് കളയുന്ന ദൃശ്യങ്ങളും. ഓരോ മനുഷ്യനും ഓരോ നിമിഷവും ഏതെങ്കിലും ഒക്കെ ക്യാമറ ഫ്രെയിമിന്റെ മുന്നിലാണ്. ഓരോ മനുഷ്യനും ബ്രോഡ്കാസ്റ്ററായി മാറിയ കാലത്ത് ആണ് താൻ സംസാരിക്കുന്നത് എന്ന ബോധ്യം പ്രതിപക്ഷ നേതാവിന് ഇല്ലാതെ പോയി എന്നതുകൊണ്ടാണ് ഇന്നിപ്പോ ഇതേപോലെ വലിയ ആരോപണങ്ങളുടെ നടുവിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഒന്നും രണ്ടുമാണോ, എത്ര എണ്ണമാണ്? ഒരു വിഷയത്തിൽ തന്നെ എത്ര വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഞാൻ ഒരൊറ്റ വിഷയം മാത്രം എടുക്കാം. ഇങ്ങനെ നുണകൾ പറഞ്ഞ് വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാലോ എന്ന് ആലോചിക്കുന്നു. എന്തിനെ കുറിച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ഷനിൽ എനിക്ക് CPM-നോട് LDF-നോട് കൂടുതൽ ഇഷ്ടം തോന്നാനുള്ള കാരണം അവർ സോഷ്യൽ മീഡിയ അത് ഗംഭീരമായിട്ട് ഉപയോഗിച്ചു എന്നാണ്. സുഹൃത്തുക്കളെ, തൊട്ടടുത്തൊരു വീഡിയോ കൂടി വരുന്നുണ്ട്, കാണാൻ ശ്രമിക്കുക. ബൈ.